ശനിയാഴ്ച അധിക പ്രവൃത്തി ദിനം തുടരുമെന്ന സർക്കാർ നിലപാടിൽ പ്രതിഷേധം ശക്തമാക്കിയ അധ്യാപക സംഘടനകൾ 220 അധ്യയന ദിനങ്ങൾ ഉറപ്പാക്കുമെന്ന് ഗുണമേന്മ പരിശോധനാ സമിതിയിലും മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു. RTE ആക്ടിലെ വ്യവസ്ഥയ്ക്ക് വിധേയമായി പ്രൈമറി വിഭാഗത്തിന് 200 അധ്യയന ദിനങ്ങളായി കുറവ് വരുത്തുമെന്ന്, ബാക്കിയുള്ളവയുടെ അധ്യയന ദിനങ്ങൾ 220 തുടരുമെന്നുമാണ് മന്ത്രിയുടെ വാദം. അതേസമയം സർക്കാർ നിലപാടിനെതിരെ അധ്യാപക സംഘടനകൾ രംഗത്തെത്തി. അധ്യയന ദിവസങ്ങളുടെ എണ്ണം സംബന്ധിച്ച് നിലനിൽക്കുന്ന തർക്കത്തിൽ സമവായത്തിലെത്താനാണ് വിദ്യാഭ്യാസ മന്ത്രി യോഗം വിളിച്ചത്. കഴിഞ്ഞ ദിവസം നിയമസഭാ കോൺഫറൻസ് ഹാളിലാണ് യോഗം ചേർന്നത്. പ്രൈമറി വിഭാഗമായ ക്ലാസ് 1 മുതൽ 5 വരെ RTE ആക്ടിലെ വ്യവസ്ഥയ്ക്ക് വിധേയമായി 200 അധ്യയന ദിവസങ്ങളായി കുറവ് വരുത്തുമെന്നും ബാക്കിയുള്ളവയുടെ അധ്യയന ദിവസങ്ങൾ 220 തുടരുമെന്നുമാണ് മന്ത്രി വി ശിവൻകുട്ടിയുടെ വാദം. എന്നാൽ ഒരേ ശമ്പള സ്കെയിലും സമാന തസ്തികയിലും ജോലി ചെയ്യുന്ന പ്രൈമറി, അപ്പർ പ്രൈമറി അധ്യാപകരെ ഭിന്നിപ്പിക്കുന്ന നടപടി ആണിതെന്ന് NTU പ്രതിനിധി അഭിപ്രായപ്പെട്ടു. 8ാം ക്ലാസ് വരെ RTE ആക്ടിൽ പറയുന്നത് പോലെ 1000 അധ്യയന മണിക്കൂർ ഉറപ്പാക്കി 200 അധ്യയന ദിവസങ്ങളാക്കണമെന്നും 9, 10 ക്ലാസുകൾക്ക് 200 അധ്യയന ദിവസങ്ങളിൽ 1200 അധ്യയന മണിക്കൂറായി ക്രമീകരിക്കണമെന്നും NTU ആവശ്യപ്പെട്ടു. ഇതിനായി അധ്യയന സമയം രാവിലെ 9 മണി മുതൽ വൈകിട്ട് 4 മണി വരെ ആക്കണമെന്നും നിർദ്ദേശമുയർന്നു. പ്രൈമറി വിഭാഗത്തിന് മാത്രം അധ്യയന ദിവസങ്ങളിൽ കുറവ് വരുത്തിക്കൊണ്ടുള്ള മന്ത്രിയുടെ നിർദ്ദേശം KSTA സ്വാഗതം ചെയ്തപ്പോൾ KPSTA, NTU, AKSTU, KSTU, KMA, KSTC, KPTA, KSTF എന്നീ സംഘടനകൾ വിയോജിച്ചു. അധ്യയന ദിവസങ്ങൾ സംബന്ധിച്ച പുതിയ തീരുമാനം AG യുമായി ആലോചിച്ച് കോടതി അറിയിക്കാനാണ് തീരുമാനം. ജനം, തിരുവനന്തപുരം.